അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചില വിധികളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തേത്, പശു, പോത്ത് തുടങ്ങിയ മൃഗങ്ങളെയാണ് നാം അറവ് നടത്തുന്നതെങ്കിൽ അതിൽ 7 ആളുകൾ വരെ ആകാവുന്നതാണ്. എന്നാൽ ആടാണെങ്കിൽ ഒരാളും അദ്ദേഹത്തിന്റെ കുടുംബവും അതിലുൾപ്പെടുന്നു. അപ്പോൾ കുടുംബത്തിനും ഒരാൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി ഒരാടിനെ അറുത്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത രീതി നാം നേരത്തെ വിശദീകരിച്ചല്ലോ. നബി 2 ആടിനെ ഇറക്കും. ഒന്ന് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി, മറ്റൊന്ന് തന്റെ ഉമ്മത്തിൽ നിന്ന് ഉദ്ഹിയ്യത്ത് നിർവഹിക്കാത്ത മറ്റുള്ളവർക്ക്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാടിനെ അറുത്താൽ തനിക്കും തന്റെ കുടുംബത്തിനും കൂടി അതിന്റെ പ്രതിഫലം ലഭിക്കും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഉദ്ഹിയ്യത്തിന് നിയ്യത്ത് ചെയ്തിട്ടുള്ളവർ ദുൽഹിജ്ജ മാസം തുടങ്ങിയാൽ പിന്നീട് അവർ മുടിയോ നഖമോ എടുക്കാൻ പാടുള്ളതല്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കേണ്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. إذا رأيتم هلال ذي الحجة وأراد أحدكم أن يضحي فليمسك عن شعره وأظفاره. നിങ്ങൾ ദുൽഹിജ്ജ മാസം കണ്ടാൽ നിങ്ങൾ ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവരുടെ മുടിയും നഖവും എടുക്കാതിരിക്കട്ടെ എന്ന്. ഇത് കുടുംബത്തിന് ബാധകമല്ല. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാടിനെ അറക്കുന്നു തനിക്കും തന്റെ കുടുംബത്തിനും എങ്കിൽ ആ കുടുംബത്തിന് മുടിയും നഖവും ഒക്കെ എടുക്കാം. ആരാണോ അതിന് പണം ചെലവഴിക്കുന്നത് അവർക്കാണ് ഈ സുന്നത്ത് ബാധകം എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണിത്? ഇതിന്റെ ഹിക്മത്ത് എന്താണ്? അതും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം നബവി റഹിമഹുല്ലാഹ് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത്, അൻ യബ്ഖാ കാമിലുൽ അജ്സാഇ ലിയഅ്തിഖ മിനൻ നാർ. ഉദ്ഹിയ്യത്ത് നിർവഹിച്ച ആളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അപ്പോൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ മുറിച്ചു കളയാതിരിക്കണമല്ലോ അവയവങ്ങൾ, അത് അവശേഷിക്കണം. അതാണ് ഇതിലെ ഹിക്മത്ത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഹജ്ജിന്റെ സമയമാണല്ലോ. ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിയുമായി സാദൃശ്യമുണ്ടാകണം. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മുടിയോ നഖമോ എടുക്കാൻ പാടില്ലല്ലോ. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്ന്, ഇങ്ങനെ ഒരാൾ മുടിയോ നഖമോ എടുത്തു, അപ്പോൾ അതിന്റെ വിധി എന്താണ്? ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്താൽ ഫഇൻ ഫഅല ഇസ്തഗ്ഫറല്ലാഹു തആല, അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. വലാ ഫിദിയത ഫീഹി ഇജ്മാഅൻ, അതിനൊരു പ്രായശ്ചിത്തമില്ല. സവാഅൻ ഫഅലഹു അംദൻ ഔ നിസ്യാന, അവൻ മറന്നുകൊണ്ടാണ് അത് ചെയ്തത്, കരുതിക്കൂട്ടിയാണ് ചെയ്തത്, രണ്ടായാലും ശരി, അതിന് പ്രായശ്ചിത്തമില്ല. മൂന്നാമതായി, ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഉദ്ഹിയ്യത്തിന്റെ ഉരുവിന്റെ പ്രായമാണ്. അത് ആടാണെങ്കിൽ 6 മാസം പ്രായമായതും, മറ്റു മൃഗങ്ങൾ, ഒട്ടകമല്ലാത്ത മറ്റു മൃഗങ്ങളാണെങ്കിൽ 2 വയസ്സായതുമാണ് ഉദ്ഹിയ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. മൂന്നാമത്തേത്, ഈ ഒരു പ്രത്യക്ഷത്തിലുള്ള എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ന്യൂനതകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 4 ലാ തജൂസു ഫിൽ അബാഹി, 4 വിഭാഗം മൃഗങ്ങൾ ഉദ്ഹിയ്യത്തിന് പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് അൽ ഔറാഉൽ ബയ്യിൻ ഔറുഹ, ഔറാഉ പറ്റുകയില്ല, ഈ കൊമ്പ് പൊട്ടിയത്. അതുപോലെ തന്നെ ഈ കാത് മുറിഞ്ഞത് പറ്റുകയില്ല. അതുപോലെ മറ്റെന്തെങ്കിലും പ്രത്യക്ഷമായ രോഗങ്ങളുള്ളത് പറ്റുകയില്ല. അതുപോലെ തന്നെ എല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചത് പറ്റുകയില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നിട്ടുണ്ട്. ഇത് വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഉദ്ഹിയ്യത്തിന്റെ ഒരാൾ വാങ്ങി അതിനുശേഷം
ഇത്തരത്തിലുള്ള വല്ല അപകടങ്ങളും സംഭവിച്ചാൽ അത് ഉളുഹിയ്യത്തിന് പറ്റും. അത് വാങ്ങിയ ശേഷം സംഭവിച്ചതായതുകൊണ്ട്. അങ്ങനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ കാര്യം ഈ ഉദ്ഹിയ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാകുന്നു, ഏത് മൃഗമാകുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഉദ്ഹിയ്യത്ത് നിർവഹിച്ചത് കബ്ഷൻ അംലഹ് അഖറൻ ആയിരുന്നു. കബ്ഷിനെയായിരുന്നു. നബിയുടെ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് പറയുന്നിടത്ത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദഹ ബികബ്ശൈനി അംലഹൈനി അഖറനൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകളെയാണ് നടത്തിയിരുന്നത്. അംലഹ് അഖ്റൻ, ഇതാണ് ആ ആടിന്റെ സവിശേഷതകൾ. അംലഹ് എന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പും കളറുള്ളതാണ്. അഖ്റൻ എന്ന് പറഞ്ഞാലോ കൊമ്പുള്ള നല്ല ശൂരതയുള്ള നല്ല ആട്. എന്നിവയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഒരാൾ അറക്കുന്നതാണ്. അത് ആടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഉരുക്കളാണെങ്കിലും ഒക്കെ ശരി, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. സാധിക്കാത്തവർക്ക് 7 ആളുകളെ കൂടി ചേർത്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ഉരുവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഉദ്ഹിയ്യത്തിന് വാങ്ങിയിട്ടുള്ള ഉരുവിനെ നാം ഭക്ഷണം കൊടുക്കുകയും നന്നായി പരിപാലിക്കുകയും അതിനെ പറ്റുമെങ്കിൽ തടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. സൂറത്ത് ഹജ്ജിലെ 32-ാമത്തെ വചനം നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിൽ തഖ്വ ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നെടുത്ത് പറഞ്ഞത് തഅലീമുഹ ഇസ്തിസ്മാനുഹ ഇസ്തിഅലാമുഹ ഇസ്തിഹ്സാനുഹ, ഇതാണ്. അതിനെ മഹത്വപ്പെടുത്തുക, അതിനെ തടിപ്പിക്കുക, അതിന് ഭക്ഷണം നൽകുക, അതിനോട് നന്നായി പെരുമാറുക, ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഉദ്ഹിയ്യത്തിന്റെ ഒരു നാം വാങ്ങുമ്പോൾ വില കൂടുതലുള്ളത് വാങ്ങണമെന്നില്ല. പക്ഷേ കൂടുതൽ വിലയുള്ളത് വാങ്ങുന്നത് കൂടുതൽ പ്രതിഫലത്തിന് കാരണമാകും. അതുപോലെ തന്നെ കൂടുതൽ കാണാൻ ഭംഗിയുള്ളത് കൂടുതൽ പ്രതിഫലത്തിന് കാരണമാകും. ഇതൊക്കെ ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് ഒരുവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 6ാമത്തെ കാര്യം, അത് അറുക്കുന്ന സമയമാണ്. വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. സലാത്തുൽ ഈദ് കഴിഞ്ഞ ഉടനെയാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അപ്പോൾ മുതലാണ് അതിൻ്റെ സമയം ആരംഭിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഞാൻ പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് നമസ്കരിച്ച ആ മുസല്ലയിൽ വെച്ച് തന്നെയാണ് ഇത് നിർവഹിച്ചിരുന്നത് എന്ന് കാണാം. അയ്യാമുത്ത് തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും ഇതിന്റെ അറിവിന്റെ സമയം നീണ്ടു നിൽക്കും. പക്ഷെ ആരംഭിക്കേണ്ടത് നമസ്കാരം സലാത്തുൽ ഈദ് കഴിഞ്ഞ ഉടനെയായിരിക്കണം എന്നർത്ഥം. 7ാമതായി മനസ്സിലാക്കേണ്ടത്, ഇത് അറുക്കുന്ന സമയത്ത് സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഖിബലയിലേക്ക് പറ്റുമെങ്കിൽ തിരിച്ച് കിടത്തിക്കൊണ്ടായിരിക്കണം അറവ് നടത്തേണ്ടത്. ഖിബലയിലേക്ക് തിരിച്ചു കിടത്തിയ ശേഷം നമ്മൾ സാധാരണ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ ചൊല്ലുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്ന് ചൊല്ലണം. എന്നിട്ട് അറവ് ബിസ്മി ചൊല്ലിക്കൊണ്ട് അറക്കണം. അറവ് ആരംഭിച്ചാൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹാദാ മിൻക വലക എന്ന് പറയണം. അപ്പോൾ ബിസ്മി ചൊല്ലണം, ഈ ദിക്ർ ചൊല്ലണം, നേരത്തെ പറഞ്ഞ വജ്ജഹ്തു ചൊല്ലണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഇത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയായിരുന്നു, ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ ഹാദാ അന്നി വഅമ്മൻ ലം യുദഹ മിൻ ഉമ്മത്തി എന്ന് നബി പറഞ്ഞു. ഇത് എനിക്കും
എന്റെ ഉമ്മത്തിൽ നിന്ന് ഉദ്ഹിയ്യത്ത് നിർവഹിക്കാത്തവർക്കും വേണ്ടിയുള്ളതാണ് എന്ന്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും മറ്റൊരാളെ വകാലത്ത് ഏൽപ്പിച്ചതാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാചകം എന്നെ ഏൽപ്പിച്ച എന്നാൾക്ക് വേണ്ടിയുള്ളതാകുന്നു എന്ന് വിചാരിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടുമായിരിക്കണം ഉദ്ഹിയ്യത്ത് നിർവഹിക്കേണ്ടത് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കുക. എട്ടാമത്തെ കാര്യം, അറവ് നടത്തേണ്ടത് എങ്ങനെയാണ് എന്നത്. എല്ലാ അറവിന്റെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന ഒരു മര്യാദ പറഞ്ഞിട്ടുണ്ട്. അഥവാ നല്ല രീതിയിലായിരിക്കണം അറവ് നടത്തേണ്ടത്. അൻ യുഹ്സിനു ദബ്ഹ, ഇദാ ദബഹു അൻ യുഹ്സിനു ദബ്ഹ, നല്ല രീതിയിൽ അറക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറുത്തു തീരാവുന്ന രൂപത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ടായിരിക്കണം, നല്ല രീതിയിലായിരിക്കണം. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള വളരെ കൃത്യമായി നബി ചെയ്തത് വിശദീകരിക്കുന്നുണ്ട്. നബി മൃഗത്തിന്റെ കാലിൽ നബിയുടെ കാല് വെച്ചതും എന്നിട്ട് കത്തിയെടുത്തതും എന്നിട്ട് വളരെ കൃത്യമായി പെട്ടെന്ന് അറുത്തതും ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനമായി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. മറ്റൊന്ന്, മറ്റുള്ളവരെ വക്കാലത്തേൽപ്പിക്കാം. അതാണ് ഒമ്പതാമതായി മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് നിർവഹിക്കാൻ സാധ്യമല്ല. ഉദാഹരണം, വിദേശത്തുള്ള ഒരാൾ, അയാൾക്ക് ഇവിടെ ഉദ്ഹിയ്യത്ത് നിർവഹിക്കണം. പല രാജ്യങ്ങളിലും പരസ്യമായി ഉദ്ഹിയ്യത്ത് നിർവഹിക്കുവാനുള്ള സംവിധാനമില്ല, അല്ലെങ്കിൽ പണം കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നാട്ടിൽ വെച്ച് നിർവഹിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിച്ച് അങ്ങനെ അറുക്കാവുന്നതാണ്. പത്താമത്തെ വിഷയം, ഈ ഉദ്ഹിയ്യത്തിന്റെ മാംസം എങ്ങനെയാണ് വീതിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ഇങ്ങനെയാണ്: കുലു വദ്ദഖിറു വതസദ്ദഖു, നിങ്ങൾ ഭക്ഷിക്കൂ, നിങ്ങൾ സൂക്ഷിച്ചു വെക്കൂ, നിങ്ങൾ അതുകൊണ്ട് സദഖ ചെയ്യൂ. അപ്പോ മൂന്നായിട്ടാണ് ഇത് വിഭജിക്കേണ്ടത് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നായിട്ട്: ഒന്ന് സ്വന്തം ഭക്ഷിക്കാൻ, രണ്ടാമത് സൂക്ഷിച്ചു വെക്കാൻ, മൂന്നാമത് സദഖ ചെയ്യാൻ. അതിൽ സദഖ മൂന്ന് എന്നത് ഇപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരാൾ വീതിക്കുന്നില്ല, മുഴുവൻ അദ്ദേഹം സദഖ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെ ചെയ്യാം, ഒരു വിരോധവുമില്ല. മറ്റൊന്ന്, ഒരു ഭാഗം ഭക്ഷിക്കാൻ എടുക്കുന്നു, മറ്റൊരു ഭാഗം തന്റെ അയൽവാസികൾക്കും അടുത്ത സ്നേഹിതന്മാർക്കും നൽകാൻ ഉപയോഗിക്കുന്നു, മറ്റൊരു ഭാഗം പ്രയാസമുള്ള മിസ്കീന്മാരായ ആളുകൾക്ക് സദഖ ചെയ്യാനും ഉപയോഗിക്കുന്നു. ഇങ്ങനെയുമാകാം. അവസാനമായി ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും ഈ അറവ് ജോലിയിൽ ഏർപ്പെട്ടവർക്കുള്ള പ്രതിഫലം ഉദ്ഹിയ്യത്തിൽ നിന്ന് നൽകാൻ പാടുള്ളതല്ല. അതിന്റെ മാംസം വിട്ടിട്ടോ അതിന്റെ തോല് വിട്ടിട്ടോ ഒന്നും നൽകാൻ പാടുള്ളതല്ല. മറിച്ച് ആ അറവ് നടത്തുന്ന ആൾക്ക് വേണ്ടി നഹ്നു നുഅ്തീഹി മിൻ ഇൻദനാ, മുത്തഫഖൻ അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് നിന്ന് അത് വേറെ നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉദ്ഹിയ്യത്തിന്റെ വിധികൾ എന്ന നിലയ്ക്ക് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നാളെ നമുക്ക് അത് വിശദീകരിക്കാം. അത് മറ്റൊന്നുമല്ല, ഉദ്ഹിയ്യത്തിന്റെ പണം സദഖ ചെയ്യുകയാണോ ഉദ്ഹിയ്യത്ത് നടത്തുകയാണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? ഉദ്ഹിയ്യത്തിന്റെ പണം സദഖ ചെയ്താൽ ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലം ലഭിക്കുമോ? പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയം നമുക്ക് അടുത്ത ദിവസം അത് മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.